ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗവുമായിട്ടാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആൽവിയോളാർ വാതക വിനിമയമാണ് പഠിച്ചത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വിനിമയം ചെയ്യപ്പെടുന്നത്, ഓക്സിജൻസ് എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെത്തുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. കോശശ്വസനം. എന്താണ് കോശശ്വസനം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസ് അത് വിഘടിച്ചിട്ട് അതിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ. ഇത് നടക്കുന്നത് കോശത്തിനകത്ത് വെച്ചാണ്. അപ്പോൾ എന്താണ് കോശശ്വസനം? കോശശ്വസനം എന്നാൽ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ. ഇതാണ് കോശശ്വസനം. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും കഴിക്കുന്ന ആഹാരത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഊർജ രൂപമാണ് കാർബോഹൈഡ്രേറ്റ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഊർജ രൂപമാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ചിട്ട് ധാരാളം എന്തുണ്ടാവും? ഷുഗർ മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്. ഇതെല്ലാം ഉണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഇതിൻ്റെ വിഘടന ഫലമായിട്ടാണ് പലതരം ഷുഗർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പം അത്തരമൊരു ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഊർജ്ജരൂപം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജരൂപമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലൂക്കോസ് ഊർജ്ജരൂപമാണല്ലോ. ഈ ഗ്ലൂക്കോസിനകത്ത് ധാരാളം ഊർജ്ജമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് വിഘടിച്ച് അതിൽ നിന്നും എന്ത് വരണം? നമുക്ക് ഊർജ്ജം കിട്ടണം. എങ്കിലേ നമ്മുടെ ശരീരത്തിൻ്റെ ജീവപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമുക്ക് കിട്ടുന്നത് ഈ ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസ് മാത്രമല്ല, പ്രോട്ടീനും കൊഴുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ കോശശ്വസനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നും സ്വതന്ത്രമാകുന്ന ഊർജ്ജത്തെക്കുറിച്ചാണ്. ഇതിന് എന്താവശ്യമാണ്? ഇങ്ങനെയൊരു ഊർജം സ്വതന്ത്രമാകുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശശ്വസനം എന്ന് പറയുന്നത്. കോശശ്വസനം. അപ്പം ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലൊക്കെ ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. കോശശ്വസനം എന്നാൽ കോശത്തിൽ വെച്ച് നടക്കുന്നു. ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്നു. ഈ കോശശ്വസനത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തെ ഘട്ടം ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതാണ് കോശശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇത് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വച്ചാണ്. പിന്നെ ഒരു കാര്യം, ഈ ഗ്ലൈക്കോളിസിസ് എന്നാൽ ഇതിൻ്റെ അർത്ഥം തന്നെ ഗ്ലൂക്കോസിൻ്റെ വിഘടനം എന്നാണ് കേട്ടോ. അതായത് ഗ്ലൈക്കോളിസിസ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് പദമാണ്. ഗ്ലൈക്കോ മീൻസ് ഈ ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലൈക്കോ. ലിസിസ് അഥവാ ലൈസിസ് മീൻസ് വിഘടനം എന്നാണ് അർത്ഥം. ഓക്കെ, വിഘടനം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ വിഘടനമാണ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് കേൾക്കുമ്പോൾ ഗ്ലൈക്കോജൻ്റെ വിഘടനമാണോ എന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെയല്ല, ഗ്ലൈക്കോജനോലൈസിസ് ആണ് ഗ്ലൈക്കോജൻ്റെ വിഘടനം. ഗ്ലൈക്കോജനോലൈസിസ് ആണ് ഗ്ലൈക്കോജൻ്റെ വിഘടനം. ഗ്ലൈക്കോളിസിസ് എന്നാൽ ഗ്ലൂക്കോസിൻ്റെ വിഘടനം. അതൊന്ന് മനസ്സിലാക്കുക, മാറിപ്പോകരുത്. ഇനി ഗ്ലൈക്കോളിസിസിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ പറഞ്ഞു കോശശ്വസനത്തിന് എന്താണ്? ഓക്സിജൻ വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ ഇതിന് 2 ഘട്ടമുണ്ട്. ആദ്യത്തെ ഘട്ടത്തിന് ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ എന്താകുന്നു? ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഗ്ലൈക്കോളിസിസിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. എന്താണ് ATP എന്നാൽ അഡിനോസിൻ
ട്രൈഫോസ്ഫേറ്റ് എന്നാണ് എ ടി പിയുടെ പൂർണ്ണരൂപം. ഇതൊരു ഹൈ എനർജി റിച്ച് കോമ്പൗണ്ടാണ് എ ടി പി. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജരൂപം എന്ന് പറയുന്നത് എ ടി പി ആണ്. ശരീരത്തിലെ ഊർജ്ജരൂപം എന്ന് പറയുന്നത് എ ടി പി ആണ്. അപ്പോൾ നമുക്ക് ഊർജ്ജം കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം എ ടി പി ഉണ്ടാകണം. എ ടി പി ഉണ്ടാകുന്ന പ്രവർത്തനം, അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. 2 എ ടി പി ഉണ്ടായി. ഇനി ക്രെബ്സ് സൈക്കിൾ, ഇതാണ് കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ. ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. നമുക്കറിയാം, കോശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതാണൊരു കോശമല്ലേ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു ജെല്ലി ആയിട്ടുള്ള പോർഷനുണ്ട്, ജെല്ലി പോലുള്ളൊരു സബ്സ്റ്റൻസ്, അതാണ് കോശദ്രവ്യം. അവിടെ വെച്ച് ഗ്ലൈക്കോളിസിസ് നടക്കും, കോശദ്രവ്യത്തിൽ വെച്ച്. ശേഷം മൈറ്റോകോൺട്രിയയിൽ വെച്ച് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നു. ഇതിന് ഓക്സിജൻ ആവശ്യമാണ്. ക്രെബ്സ് സൈക്കിളിന് ഓക്സിജൻ ആവശ്യമാണ്. എന്താ നടക്കുന്നത് ക്രെബ്സ് സൈക്കിളിൽ? പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുകയാണ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ടുണ്ടായ പൈറുവിക് ആസിഡ്, ആ പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു. അങ്ങനെ ഈ പ്രവർത്തനത്തിൽ 28 എ ടി പി തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. 28 എ ടി പി തന്മാത്രകൾ ക്രെബ്സ് സൈക്കിളിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കോശശ്വസനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് കോശശ്വസനം. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഇത് പഠിക്കുന്നത്. കോശശ്വസനത്തിന് 2 ഘട്ടമുണ്ട്. കോശശ്വസനത്തിന് എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടങ്ങളാണ് കോശശ്വസനത്തിന് ഉള്ളത്. ഓക്കെ, ഏതൊക്കെ ഘട്ടമായിരുന്നു കോശശ്വസനത്തിന്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ ഘട്ടം ഗ്ലൈക്കോളിസിസ്. ആദ്യത്തെ ഘട്ടം ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തെ ഘട്ടമാണ് ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, ഇനി ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഇത് നടക്കുന്നത് കോശദ്രവ്യത്തിലാണ്. കോശദ്രവ്യം, അതായത് നമ്മുടെ കോശത്തിനകത്ത് കാണുന്ന ഒരു ഫ്ലൂയിഡ് പോലുള്ള ജെല്ലി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം, ഒരു ഭാഗം, അതാണ് കോശദ്രവ്യം. കോശദ്രവ്യത്തിനകത്ത് വെച്ചാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ക്രെബ്സ് സൈക്കിൾ നടക്കുന്നതോ മൈറ്റോകോൺട്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? കേട്ടോ. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഓർമ്മ വരുന്നത്? അത് ഊർജ്ജ നിലയമാണല്ലേ. കോശത്തിനകത്ത് പവർ ഹൗസ് ഓഫ് എ സെൽ, കോശത്തിലെ ഊർജ്ജദ്രവ്യം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ അടുത്തത് എന്താണ്? ഇതിന് ഗ്ലൈക്കോളിസിസിന് എന്ത് വേണ്ട? ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരു പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. പക്ഷേ ക്രെബ്സ് സൈക്കിൾ അങ്ങനെയാണോ? ഇതിന് ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്കെ, ഓക്സിജൻ ആവശ്യമുണ്ട്. അടുത്തത് എന്താണ്? ഇവിടെ എന്താണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രെബ്സ് സൈക്കിളിലോ ഈ പൈറുവിക് ആസിഡ്, ഗ്ലൂക്കോസ് ആദ്യം പൈറുവിക് ആസിഡായി, ഇനി നമുക്ക് ഗ്ലൂക്കോസ് ഇല്ല, പൈറുവിക് ആസിഡാണുള്ളത്. അപ്പോൾ ക്രെബ്സ് സൈക്കിളിൽ പൈറുവിക് ആസിഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് നമുക്ക് എത്ര എ ടി പി ആണ് കിട്ടുന്നത്? നമുക്ക് 2 എ ടി പി ആണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്ലൈക്കോളിസിസിൻ്റെ എത്ര ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്? 2 എ ടി പി. ക്രെബ്സ് സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 28 എ ടി പി ആണ്. ക്രെബ്സ് സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 28 എ ടി പി ആണ് ടോട്ടൽ. കോശശ്വസനത്തിൻ്റെ ഫലമായി നമുക്കുണ്ടാകുന്നത് 2 + 28 നമുക്ക് എത്രയാണ്? 30 എ ടി പി ആണ് കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഊർജം. ഓക്കെ, എ ടി പി ഉണ്ടാകുന്നത്.
അങ്ങനെ 30 ATP ആണുള്ളത്. അപ്പോൾ ഇത്രയുമാണ് കോശശ്വസനത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കായാലും നിങ്ങൾ 9ാം ക്ലാസ്സുകാർക്കായാലും അല്ലെങ്കിൽ PSC പഠിക്കുന്ന കൂട്ടുകാർക്കായാലും ഒക്കെ ആവശ്യമുള്ള സാധനമാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശത്തിൻ്റെ ഏതു ഭാഗത്താണെന്ന് ചോദിച്ചാൽ അത് കോശദ്രവ്യത്തിനകത്താണ്. ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഓക്കെ. ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ, ഇവിടെ ഗ്ലൂക്കോസ് അല്ലേ പൈറുവിക് ആസിഡായിട്ട് മാറുന്നത്, പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് മാത്രമാണ്. ക്രെബ്സ് സൈക്കിളിൽ എന്താണ്? പൈറുവിക് ആസിഡ് അല്ലേ പങ്കെടുക്കുന്നത്. അതായത് ഗ്ലൈക്കോളിസിസിലുണ്ടായ പൈറുവിക് ആസിഡാണ് ക്രെബ്സ് സൈക്കിളിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് മറ്റുൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഉൽപ്പന്നങ്ങൾ ഏതാണ്? ഗ്ലൈക്കോളിസിസിൻ്റെ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് വിഘടിച്ച് എന്താണ് ഉണ്ടാകുന്നത് എന്ന്, അത് പൈറുവിക് ആസിഡാണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഉൽപ്പന്നം. ക്രെബ്സ് സൈക്കിളിലോ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഓക്സിജൻ്റെ ആവശ്യകത ഇവിടെ ഓക്സിജൻ ആവശ്യമില്ല, ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ എഴുതി കാണിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ 2 ATP പ്ലസ് പൈറുവിക് ആസിഡ്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം 28 ATP. ഇതാണ് കേട്ടോ, ATP ആണ് യഥാർത്ഥ ഉൽപ്പന്നം. ഇതൊക്കെ ഉപോൽപ്പന്നങ്ങളാണ് കേട്ടോ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് പ്രധാനമായും 30 ATP ഉണ്ടാകുന്നു. ഓക്കെ, നമുക്ക് കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ സ്രോതസ്സ്. അപ്പോൾ ഈ ATP തന്മാത്രയാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് ATP ആണ്. എനർജി കറൻസി എന്നറിയപ്പെടുന്നതും നമ്മുടെ ATP ആണ് കേട്ടോ. പക്ഷേ പവർ ഹൗസ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയാണ്. മാറിപ്പോകരുത്, ഇതൊക്കെ പലതവണ PSC ചോദിച്ചിട്ടുള്ളതുമാണ്. ഇനി ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നു. നമുക്കറിയാം അല്ലേ, നമ്മുടെ നിശ്വാസവായുവിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്വസനത്തിൽ 2 ഘട്ടങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അത് നിശ്വാസവും ഉച്ഛ്വാസവുമാണ്. ഉച്ഛ്വാസം എന്നാൽ വായു ഉള്ളിലേക്ക് എടുക്കും, നിശ്വാസം വായു പുറത്തേക്ക് കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെ കുറച്ച് ഈർപ്പം, അതായത് ജലവും ഉണ്ടാകും. നോക്കൂ, ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും തന്നെയല്ലേ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട്, അതായത് ക്രെബ്സ് സൈക്കിളിൻ്റെ ഉപോൽപ്പന്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ജലവും നമ്മൾ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നു. ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേരുന്നതാണ് ശ്വസനം. അപ്പോൾ നമ്മുടെ ശ്വസനം എന്ന ഈ ഒരു പ്രക്രിയയിൽ, ഈ ഒരു ശ്വസന വ്യവസ്ഥയിൽ, ശ്വസനം എന്ന ആ ഒരു പ്രവർത്തനത്തിൽ എന്തൊക്കെയാണുള്ളത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ശ്വസനവാതകങ്ങളുടെ സംവഹനം. ഓക്കെ, അതാണ് നമ്മൾ ആൽവിയോളാർ വാതക വിനിമയം എന്ന് പഠിച്ചത്. ശ്വസനവാതകങ്ങളുടെ സംവഹനം ലാസ്റ്റ് ക്ലാസ്സിൽ. വാതക വിനിമയം എന്ന ക്ലാസ് ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, സംശയമുള്ളവർ നോക്കുക കേട്ടോ. പിന്നെ കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാകുക. അപ്പോൾ ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ശ്വസനവാതകങ്ങളുടെ സംവഹനം. ശ്വസനത്തിലെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ശ്വസനവാതകങ്ങളുടെ സംവഹനം. രണ്ടാമത്തെ ആണെങ്കിലോ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കൽ. ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് അതിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന കോശശ്വസനം എന്ന പ്രക്രിയ. ഇത് രണ്ടും ചേർന്നതാണ് നമ്മുടെ ശ്വസനം. ഓക്കെ, ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്ന് അല്ലേ, ഗ്ലൂക്കോസും ഓക്സിജനും ഓക്സിജൻ്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് വിഘടിക്കുന്നു. ധാരാളം എൻസൈമുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭാഗ്യവശാൽ ഈ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാനില്ല കേട്ടോ. അപ്പം പിന്നെ ഉണ്ടാവുന്ന എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പിന്നീട് 30 ATP. ഇതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ജീവലോകത്ത് നടക്കുന്ന മെറ്റബോളിക് പ്രവർത്തനങ്ങളാണല്ലോ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും താരതമ്യം ചെയ്ത്. അപ്പം അത് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് പോലെ തന്നിരിക്കുന്നതാണ്.
ഇനി ഈ ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയത് ഇങ്ങനെ ഇത് മൈറ്റോകോൺഡ്രിയൽ വെച്ച് ഇങ്ങനെ ശ്വസനം നടക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു എന്നെല്ലാം കണ്ടെത്തിയ ആളാണ് ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. ഓക്കെ, എന്ന ജർമ്മൻ ബയോകെമിസ്റ്റാണ് കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതിനാലാണ് ഈ ഘട്ടം ക്രെബ്സ് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത് കാരണം ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ് ഇത് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഫ്രിറ്റ്സ് ലിബ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു. 1953 ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിന്, ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയതിനാണ്. അപ്പം ഇത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയത് ആര് എന്നുള്ളത് ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1951. നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് പഠിച്ചിരിക്കണം. PSCക്കാർക്കാണെങ്കിൽ 53 വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ഒന്നും ചോദിക്കില്ല. മേ ബി ഓൾമോസ്റ്റ് അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഈ അടുത്ത് കഴിഞ്ഞ നോബൽ പ്രൈസിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സുള്ളത്. ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ, ക്ലാസ് മനസ്സിലായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്